എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൃതിയെക്കുറിച്ച് കൂടുതലൊന്നും പറയണില്ല. ഇവിടെ എല്ലാവരും വളരെ ചാപ്റ്റർ വൈസൊക്കെ ചിലർക്ക് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇത് എഴുതാനുണ്ടായ സാഹചര്യം ഞാൻ പറയാം. ഞാൻ 2023 എൻ്റെ മാഷെന്ന് പറഞ്ഞൊരു പുസ്തകം മാഷിന് ഗിഫ്റ്റായിട്ട് തന്നെ 84 നാളിനുള്ളൊരു ഗിഫ്റ്റായിട്ടാണ് അത് കൊടുത്തത്, എഴുതിയത്. അതിനുശേഷം കുറച്ച് തീർത്ഥാടനമൊക്കെ നടത്തി വന്നു. പിന്നെ കുറച്ച് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ചിന്തകൾ ഇങ്ങനെ കാട് കയറുക, വെറുതെ ഇരിക്കുമ്പോൾ ഓരോ ചിന്തകളും ഇങ്ങനെ കാട് കയറിയിരിക്കുമ്പോഴാണ് എൻ്റെ മാഷ് തന്നെ പറഞ്ഞു, ശ്രീകൃഷ്ണനെ ഒന്ന് മാറ്റി ചിത്രീകരിച്ചുകൂടെ എന്നൊരു ചോദ്യം എൻ്റെ അടുത്ത് പണ്ടുണ്ടായിരുന്നു, ഭക്തപ്രിയയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്ത്. അപ്പം ഞാനത് ചിന്തിച്ചു. അങ്ങനെ അപ്പം നോക്കിയപ്പോഴാണ് ഈ ശ്രീകുമാരൻ തമ്പി പറഞ്ഞ പോലെ, ശ്രീകുമാരൻ തമ്പിയുടെ ഒരു പാട്ടുണ്ടല്ലോ, ആദിയുമന്തവുമാരറിയാൻ അവനിൽ ബന്ധങ്ങളെ വിരഹത്തിൽ തേടുന്ന മനുഷ്യപുത്രൻ, വിധിയെന്ന ശിശുവിൻ്റെ പമ്പരങ്ങൾ മനസ്സിലെ യുദ്ധത്തിൽ ജയിക്കുന്നു ഞാൻ, മറക്കുവാൻ ത്യാഗമേ മരുന്നു തരൂ, എല്ലാം മറക്കുവാൻ മരുന്നു തരൂ. അപ്പം എനിക്ക് തോന്നിയ എൻ്റെ ചിന്തകളെ മാർഗി ഒരു വഴിതിരിച്ചു വിടാനുള്ള ഒരു മാർഗമായി ഈ ശ്രീകൃഷ്ണൻ്റെ കഥകൾ എഴുതാമെന്ന് എനിക്കങ്ങനെ തോന്നി. അപ്പം ഞാനൊരു സിനോപ്സിസ് പോലെ ഒരെണ്ണുണ്ടാക്കി. അതായത് ഒരു ഗവേഷണം നടത്തും, PhD-ക്കൊക്കെ ഒരു സിനോപ്സിസ് എഴുതി കൊടുത്ത് ഗൈഡ് അപ്ലോഡ് ചെയ്താലല്ലേ പറ്റും. ഞാനൊരു സിനോപ്സിസ് ഉണ്ടാക്കി ഭഗവാൻ സമ്മതിച്ചു. ഇതിന് ഒരു എങ്ങനെ വേണമെന്നുള്ളത് എൻ്റെ ഗൈഡായിട്ടിരിക്കുക. അങ്ങനെ ഞാൻ ആ സമർപ്പിച്ചതിന് ശേഷം എല്ലാ പുസ്തകങ്ങളും കൂടി വീണ്ടും ആദ്യം ഈ കമല സുബ്രഹ്മണ്യത്തിൻ്റെ മഹാഭാരതം ഒരു തർജ്ജമയുണ്ട്. പക്ഷേ അത് വളരെ നാടകീയമായ രീതിയിലുള്ളതാണ്. വായിക്കുമ്പോൾ തന്നെ നമുക്കത് നല്ല രസമായിട്ട് തോന്നും. വായിച്ചുകൊണ്ടേ ഇരിക്കും, നമ്മളത് നിർത്തില്ല. അങ്ങനെ വായിച്ചു. പിന്നെ നല്ലപ്പള്ളി ആശ്രമക്കാരുടെ ഭാഗവതം അവരുടെ 2 വോള്യമായിട്ട് ഗദ്യത്തിൽ ചെയ്തിരുന്നു. അപ്പോൾ അതും ഉപയോഗിച്ചു. പിന്നെ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ വരുമല്ലോ, അതിൻ്റെ താഴെ തന്നെ മലയാളം വിവർത്തനവും ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ ഇതൊക്കെ നോക്കി ഓരോ ചാപ്റ്റർ കൊടുത്ത് എൻ്റേതായ രീതിയിൽ പിന്നെ ഞാൻ എഴുതുകയും ചെയ്തു. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇത് ഞാൻ തന്നെയാണോ എഴുതിയിരുന്നത്. അപ്പം എൻ്റെ ഗൈഡിൻ്റെ കൂടെ ഉണ്ട്. ആ ഒരു ബോധ്യത്തിലാണ് ഇത് എഴുതാൻ പറ്റിയത്. അങ്ങനെയാണ് ഗുരുവായൂരപ്പൻ്റെ സഹായം അല്ലെങ്കിൽ ഭഗവാന്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ ഒരു ചെറിയ പുസ്തകമാണെങ്കിലും അത് എഴുതി തീർക്കാൻ സാധിച്ചത്. അത് എത്ര വലിപ്പമുണ്ട്, അതിന് എന്തെല്ലാം ഗുണമുണ്ട്, തെറ്റ് കുറവുണ്ടെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ അത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടി, സത്യം പറയാം. അപ്പോൾ അതെൻ്റെ ആ ചിന്തകൾക്കൊക്കെ ഒരു വിരാമമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ബ്രെയിൻ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുക. ഞാൻ എന്താ ചിന്തിക്കണമെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ലായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചല്ലേ ചിന്തിക്കുള്ളൂ. അപ്പോൾ അതിലെന്ത് റെഫറൻസ് വേണം, എവിടെ റെഫറൻസ് കേൾക്കണം, പ്രഭാഷണം എഴുതി കേൾക്കണം, അല്ലെങ്കിൽ അങ്ങനെ പോകുമല്ലോ. അങ്ങനെ ഞാൻ കുറച്ചു കാലം ഏകദേശം 2-2.5 വർഷത്തോളം എടുത്തുകൊണ്ട് ശരിയാക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ഒരുവിധം ആയിന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഒരു യാത്രയ്ക്ക് പോയി. ഇതാണ് എൻ്റെ ഒരു ജോലി. ഇപ്പോൾ ഒരു യാത്ര ചെയ്ത് എന്നാലേ എനിക്കൊരു സ്വസ്ഥത കിട്ടുക. അതിൻ്റെ ബ്രെയിൻ എന്താണെന്ന് അറിഞ്ഞൂടോ, എപ്പോഴും ആക്റ്റീവായിരിക്കും. അതെൻ്റെ ഉറക്കത്തെയും കൂടി ബാധിക്കുന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരികെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എനിക്ക് പുസ്തകത്തിൻ്റെ എഴുത്തിനെ
പറയാനുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഞാൻ ആരോടൊക്കെ നന്ദി പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു വല്ലാത്തൊരു ഇതുള്ളത്. കാരണം ഞാൻ ഈ പുസ്തകം എഴുതി കൊടുത്തു എന്നല്ലാതെ എഴുതി കൊടുത്തത് കൃഷ്ണകുമാർ സാറിൻ്റെ കയ്യിലാണ്. ബാക്കിയെല്ലാം അന്ന് ഞങ്ങൾക്ക് ഈ ഗ്രീൻ ബുക്സിനെ കുറിച്ചൊന്നും ഇതിലെല്ലാം ഇല്ല. അവിടെ കൊടുത്ത് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ DTP മുതൽ അവിടെ ചെയ്യുമായിരുന്നു. പക്ഷേ ഞങ്ങൾ തന്നെ ശ്രമിച്ചു, ഞങ്ങൾ സമിതി ചെയ്യാന്നുള്ള ഒരു കണ്ടീഷനിലാണ് പോയത്. പിന്നെയാണ് ആലോചിച്ചത് അത് ഇങ്ങനെ നമ്മുടെ തന്നെ കൂടുതൽ രാജീവ് സാർ പറഞ്ഞു നമുക്ക് ഗ്രീൻ ബുക്സിനെ കൊണ്ട് ചെയ്യിക്കാനും പലരോട് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് അത് അങ്ങനെ പോയത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കവർ പേജ് ഡിസൈനിങ്ങും ഉള്ളിൽ ഓരോ ചാപ്റ്ററിനനുസരിച്ചുള്ള ചിത്രരചനകളും ഒക്കെ ചെയ്തത് കൃഷ്ണകുമാർ സാറാണ്. അപ്പോൾ ഞാനിത് എഴുതി കൊടുത്തു. പിന്നെ ഞങ്ങൾ 3-4 പേര് കൂടിയിട്ടാണ് നരേന്ദ്രൻ സാറിനെ കാണാൻ പോയത്. അപ്പോൾ നരേന്ദ്രൻ സാറ് പിന്നെ അതിനെക്കുറിച്ച് വേറെ ഒന്നും പറഞ്ഞില്ല, അതെങ്ങനെ ചെയ്യണം. അപ്പോൾ എനിക്ക് ചെയ്യേണ്ടത് ജൂലൈ 1 ഇത് റിലീസ് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷനെ ഞാൻ അങ്ങനോട് പറഞ്ഞു. അങ്ങനെ അത് സമ്മതിച്ചു, ചെയ്തു. അതാണ് എൻ്റെ കഥ. എത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അവരോടൊക്കെ ഞാൻ നന്ദി പറയുന്നു. നരേന്ദ്രൻ സാറ്, ശോഭ മേഡം, പിന്നെ ഇവരൊക്കെ സമിതി അംഗങ്ങളാണ്. എന്നെ കാഞ്ചന ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് നടക്കുന്നവരാണ്. ഞാൻ എൻ്റെ അനിയന്മാരെ പോലെ കൊണ്ട് നടക്കുന്നവരാണ്. ഞങ്ങളൊരു കുടുംബമാണ്. പക്ഷേ പരസ്പരം നന്ദി പറയാന്നുള്ളത് ഇപ്പോൾ ഇത് പറയാതിരിക്കാൻ വയ്യ. കാരണം അങ്ങനെയുള്ള പ്രവർത്തികളാണ് അവർ ചെയ്തു തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുന്നു. പക്ഷേ ഇത് പ്രകാശനം ചെയ്യാൻ മുരളി മാധവ് സാറ് അങ്ങനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഗുരുവായൂർ വെച്ചിട്ട് ഗീതാ ദിനത്തിൽ അങ്ങയുടെ പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട്. ആ കണ്ടപ്പോൾ എനിക്ക് ആളെ പരിചയം തോന്നിയെങ്കിലും എങ്ങനെയാണെന്നുള്ളത് പിന്നീട് ആലോചിച്ചപ്പോഴാണ് പിടികിട്ടിയത്. പിന്നെ പ്രകാശൻ സാറിനെ കുറിച്ച് പറയാനില്ല. പ്രകാശൻ സാർ ഞങ്ങളുടെ സമിതിയുടെ ഉപദേഷ്ടാവ് ജഡ്ജി. കൃഷ്ണനാഥ് സാറ് പിന്നെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് പറയാൻ പറ്റുക. കാരണം എൻ്റെ പുരാണങ്ങളിലേക്ക് കൊണ്ടുവന്നത് ആദ്യം അങ്ങനെ കൃഷ്ണനാഥ് സാറ് ക്ഷേത്ര ദർശനം എന്നുള്ളത് മതിലിരിക്കുമ്പോൾ അതായത് കൊച്ചിൻ ദേശത്തിൽ എന്നെ കൊണ്ട് ലേഖനം എഴുതിച്ചിട്ടാണ് പുരാണങ്ങളിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ ഗുരു കൂടിയാണ് കൃഷ്ണനാഥ് സാറ്. പക്ഷേ ജ്യേഷ്ഠ സഹോദരൻ എൻ്റെ രാജ്യത്തെ പോലെ തന്നെയാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ എന്നോട് എപ്പോഴും പറയും, എന്നെ ഇപ്പം ഉപദേശിക്കുന്ന ഒരു ഉപദേശമുണ്ട്. ആരോഗ്യം നോക്കുക, പൈസ അനാവശ്യമായി ചെലവഴിക്കുക. കാരണം ഞാൻ ഇത്തിരി ധാരാളിയാണോ എന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും പറയും സൂക്ഷിക്കണം, പൈസ എപ്പോഴും സൂക്ഷിച്ച് ചിലവാക്കണം. അപ്പോൾ അങ്ങനെ അവരോടൊക്കെ ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇവിടെ ഇത്ര നേരമുണ്ടായിരുന്ന ഓടിയിൽ പോയവരോടും ഇവിടെ ഇരിക്കുന്നവരോടും ഒക്കെ ഞാൻ നന്ദി പറയുന്നു. മാത്രമല്ല ഈ അവാർഡ് സ്വീകരിച്ച ഗണേശൻ സാറിനും പിന്നെ ഇവിടെ അനുമോദിച്ച ഗോഡ്വിനും പിന്നെ ഇവിടുത്തെ SS ഞങ്ങളുടെ സമിതി അംഗങ്ങളിലെ കുട്ടികളാണ്, അവരുടെ കുട്ടികളാണ് ഇപ്പോൾ സമ്മാനം വാങ്ങിച്ചവർ. അവർക്ക് ഇനിയും വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തട്ടെ. ഇത്രയും കാലം ഇങ്ങനെ നിർത്തട്ടെ.